തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകത്തിന്റെ അമ്പരപ്പിക്കുന്ന മുന്നേറ്റത്തിന് പിന്നാലെ സർക്കാരുണ്ടാക്കാൻ വിജയുടെ അതിവേഗ നീക്കം. 107 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും TVKക്ക് 118 എന്ന മാന്ത്രിക സംഖ്യ തൊടാനായില്ല. 234 അംഗ നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 11 സീറ്റ് അകലെയുള്ള സാഹചര്യത്തിൽ സർക്കാരുണ്ടാക്കാൻ വിജയ് ചടുല നീക്കത്തിലാണ്. ഇതിന്റെ ഭാഗമായി വിജയ് CPM നേതൃത്വവുമായി അടക്കം ബന്ധപ്പെട്ടിട്ടുണ്ട്. MK സ്റ്റാലിന്റെ DMK സഖ്യത്തിൽ മത്സരിച്ച് ജയിച്ച 2 MLA-മാരുള്ള CPM-നെ ഒപ്പം നിർത്താനാണ് TVK ശ്രമം. എന്നാൽ ഇക്കാര്യത്തിൽ നിലവിൽ തീരുമാനമൊന്നും എടുത്തിട്ടില്ലെന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിച്ച് മുന്നോട്ടു പോകൂ എന്നുമാണ് CPM വൃത്തങ്ങൾ നൽകുന്ന സൂചന. പത്മനാഭപുരം, കീഴ്വല്ലൂർ എന്നീ സീറ്റുകളിലാണ് തമിഴ്നാട്ടിൽ CPM വിജയിച്ചത്. CPM-നൊപ്പം മറ്റുള്ളവരെയും വിജയ് ബന്ധപ്പെടുന്നതായാണ് വിവരം. 2024 ഫെബ്രുവരി 2-നാണ് വിജയ് തമിഴക വെട്രി കഴകം എന്ന പാർട്ടി പ്രഖ്യാപിക്കുന്നത്. കാര്യമായ ചലനമൊന്നും വിജയ് സൃഷ്ടിക്കാൻ പോകുന്നില്ലെന്നാണ് അന്ന് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ വിലയിരുത്തിയത്. 2 വർഷവും 3 മാസവും പിന്നിടുമ്പോൾ മുഖ്യമന്ത്രി കസേര വലിച്ചിട്ടിരിക്കാൻ തയ്യാറെടുക്കുകയാണ് വിജയ്. 2024 ഒക്ടോബർ 27-ന് വിക്രവാണ്ടിയിൽ നടന്ന TVKയുടെ ആദ്യ പൊതുസമ്മേളനം പാർട്ടിയിൽ പുതുതലമുറയുടെ പ്രതീക്ഷ എത്രയുണ്ടെന്ന് തെളിയിക്കുന്നതായിരുന്നു. 2026 എല്ലാ സീറ്റിലും മത്സരിച്ച് അധികാരത്തിൽ വരുമെന്നും MGR-നും ജയലളിതയ്ക്കും ശേഷം ഒരു സിനിമാതാരം ആധിപത്യം നേടുമെന്നും അന്ന് വിജയ് പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ ശത്രു DMK ആണെന്നും പ്രത്യയശാസ്ത്ര ശത്രു BJP ആണെന്നും പറഞ്ഞു. മൈ ഡിയർ അങ്കിൾ കേൾക്കിത എന്ന് സ്റ്റാലിനെയും താമരയിലിൽ തണ്ണിയെ ഓട്ടാതെ തമിഴക മക്കൾ എപ്പടി ഓട്ടുവാങ്കേ എന്ന് ചോദിച്ചുകൊണ്ട് BJPയും പരിഹസിച്ചു. കോൺഫിഡന്റ് ആയിരിക്കെ വെട്രി നിശ്ചയമെന്ന് പറഞ്ഞാണ് എല്ലാ പ്രസംഗങ്ങളും വിജയ് അവസാനിപ്പിച്ചത്. എല്ലാം യാഥാർത്ഥ്യമായി. തമിഴ്നാട് കാത്തിരിക്കുന്നത് ആ മാസ് എൻട്രിക്കാണ്, MGR-ന്റെ പിന്മുറക്കാരന്റെ സത്യപ്രതിജ്ഞയ്ക്കായി. വിജയുടെ പ്രഹരത്തിൽ ഇരു ദ്രാവിഡ പാർട്ടികളും നിലവിൽ DMK സഖ്യത്തിലുള്ള കോൺഗ്രസ് അധികാരം പങ്കിടാമെന്ന വ്യവസ്ഥയിൽ വിജയ്ക്കൊപ്പം ചേരാൻ ആലോചിക്കുന്നതായാണ് വിവരം. കാലങ്ങളായി DMK പിന്തുണയ്ക്കുന്ന കോൺഗ്രസിന് ഒരിക്കലും മന്ത്രിസഭയിൽ ഇടം ലഭിച്ചിരുന്നില്ല. 5 സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്. ഭരണം പങ്കിടാൻ TVK തയ്യാറായാൽ പിന്തുണ നൽകാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആലോചിച്ചേക്കാമെന്നാണ് വിവരം. നിയമസഭാ കക്ഷി നേതാവായി വിജയ് തെരഞ്ഞെടുക്കാൻ ചെന്നൈയിൽ MLA-മാരുടെ യോഗവും ഇന്നുണ്ട്. DMK സഖ്യകക്ഷികളായ VCK 2, CPI 2, CPM 2, IUML 2 എന്നിവരുടെ പിന്തുണയും TVK തേടുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് ഇതുവരെ ക്ഷണം ലഭിച്ചിട്ടില്ല എന്ന് ഇടത് പാർട്ടികൾ പ്രതികരിച്ചു. മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള അണ്ണാ DMKയും സാഹചര്യം നിരീക്ഷിക്കുകയാണ്. അതേസമയം AIDMK-യിൽ പിളർപ്പുണ്ടാക്കി BJP വിജയ് പിന്തുണച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ പടരുന്നുണ്ട്. വിജയ്ക്കൊപ്പം ചേരൂ, നഷ്ടപ്പെട്ട അധികാരം തിരിച്ചുപിടിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പിതാവും സംവിധായകനുമായ SA ചന്ദ്രശേഖർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികളോട് ആവശ്യപ്പെട്ടു. തമിഴ്നാട്ടിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രസക്തി നഷ്ടപ്പെട്ട കോൺഗ്രസ് പോലുള്ള പാർട്ടികൾക്ക് വിജയമായുള്ള സഖ്യത്തിലൂടെ അത് തിരിച്ചുപിടിക്കാനാകും. യുവാക്കളും മാറ്റം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെയും പ്രതിഫലനമാണ് ഈ വിജയമെന്നും അദ്ദേഹം പറഞ്ഞ് ഞെരിപിരി കൊള്ളുകയാണ്. അതിനിടെ വിജയിയെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. വിജയുമായി സംസാരിച്ചുവെന്നും യുവാക്കളുടെ ശബ്ദം പ്രതിഫലിക്കുന്ന ഈ ജനവിധി അവഗണിക്കാൻ കഴിയില്ലെന്നും രാഹുൽ വ്യക്തമാക്കി. തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നന്ദി അറിയിച്ച അദ്ദേഹം ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം തുടരുമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും വിളിച്ചതായി രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം TVK കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്ന കാര്യത്തിലും ആകാംക്ഷയേറുകയാണ്. വിജയുടെ ഒപ്പമുള്ള പഴയ ചിത്രം പങ്കുവച്ച കോൺഗ്രസ് നേതാവ് പ്രവീൺ ചക്രവർത്തിയുടെ അനുമോദനമാണ് ഇക്കാര്യത്തിൽ ആകാംക്ഷയ്ക്ക് കാരണമായത്. പ്രവീൺ ചക്രവർത്തി വിജയ് കൂടിക്കാഴ്ച നേരത്തെ വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് TVK സഖ്യമുണ്ടാകുമെന്ന വാർത്തകളുണ്ടായിരുന്നു. ഒരു ഭാഗം നേതാക്കൾ ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോൺഗ്രസ് നേതൃത്വം DMK-ക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചത്. ഇനി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.